ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മീൻ ചുടലും പിന്നെ അതുപോലെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ ആവോലിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള കുറച്ച് ആവോലി വാങ്ങിച്ചു. അതുപോലെ തന്നെ ഒരു ഹമ്മ മറവി എന്ന് പറഞ്ഞാൽ ഒരു ഫിഷും കൂടി വാങ്ങിച്ചു. അങ്ങനെ ഈ എല്ലാ മീനുകളും നമുക്ക് കായം തേച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള കായം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലീൻ ബൗളിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് നിറയെ വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിൻ്റെ നേർ പകുതിയായിട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 4 വലിയ സൈസിലുള്ള ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കംപ്ലീറ്റ് ഓയിൽ, ചെറുനാരങ്ങ നീര് ഈ 2 മിക്സ് ലിക്വിഡ് വെച്ചിട്ടാണ് ഇതൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വിട്ടുപോയ ഒന്നുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആവോലിയൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് എല്ലാ ലൈൻസിൻ്റെ ഉള്ളിലും പിന്നെ അതിൻ്റെ മറുവശത്തോ ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ആവോലി നന്നായിട്ട് കായം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഉൾഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കായം തേച്ച് വെച്ചതിന് ശേഷം കംപ്ലീറ്റ്ലി ഇത് കുറച്ച് 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കി എടുക്കുക. ഫ്രീസറിൽ വെക്കാതൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഏകദേശം 8 മണിക്ക് ശേഷം ഞങ്ങൾ മീനൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മീനൊക്കെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരുക്കത്തിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ മീൻ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ മുന്നേ ഗ്രില്ലൊക്കെ നന്നായിട്ട് ഓയിൽ വെച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഓരോ മീനൊക്കെ എടുത്ത് വെക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ ചുടലാണെങ്കിൽ അടുത്ത സൈഡിൽ വെച്ചിട്ട് നമ്മുടെ കുറേ കലാവിരുതുകളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിക്കൻ്റെ ബാർബിക്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ആ വീഡിയോയിൽ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളെല്ലാവരുടെ ഫേസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതിന് ഫുൾ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന കൂടുതൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഫിഷ് മാത്രമല്ല, ഫിഷ് കഴിക്കാത്തവർക്ക് കുറച്ച് ചിക്കനും കൂടി ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഗസ്റ്റിൽ പെട്ട ഒരാളാണ് നമുക്ക് ഈ ഒരു സോങ് പാടിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഇവിടെ പാട്ട് പാടാൻ പോകുന്നത് നമ്മുടെ ഫ്ലാറ്റിലെ സ്ഥിരമായിട്ടുള്ള പാട്ടുകാരനാണ്. അങ്ങനെ അവസാനാണ് ഈ ഒരു വലിയൊരു മീന് ചുട്ടെടുക്കുന്നത്. ഇനി നമുക്ക് കുട്ടീസിന്റെ കുറച്ച് ഡാൻസ് ഒക്കെ കാണാം. കുറേ ഡാൻസ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറഞ്ഞ ഭാഗങ്ങൾ ഇവിടെ കാണിക്കാം. നമ്മൾ ചുട്ടെടുത്ത മീനിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സലാഡ്സും അതുപോലെ തന്നെ ഗ്രീൻ ചട്ടിനിയും മയോനൈസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും ഫുഡൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കള്ളൻ കള്ളൻ കള്ളൻ
Napoli itu apa? അടുത്തത് ഇനി ടേസ്റ്റ് ടൈമാണ്. അപ്പം പിന്നെ മീനൊക്കെ ഓരോന്നും ചുട്ടെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് പെട്ടെന്ന് ചൂടാറാതാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും അലൂമിനിയം ഫോയിൽ സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നും പിന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് പിന്നെ ചിക്കനാണ്. കൂടുതൽ നമ്മൾ മീൻ കഴിക്കാത്തവർക്ക് കുറച്ച് ചിക്കനും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 തരത്തിൽ മീനുണ്ടായിരുന്നു. ഇത് നമ്മൾ ആ വലിയൊരു മീനാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചുട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.